ഹായ് സുഹൃത്തുക്കളെ, എക്സ്ട്രാ ലോ വോൾട്ടേജ് സിസ്റ്റംസ് അഥവാ ELV സിസ്റ്റംസിൽ CCTV, ഫയർ അലാം, ഇൻട്രൂഷൻ അലാം, ആക്സസ് കൺട്രോൾ തുടങ്ങി നിരവധി സിസ്റ്റംസ് വരുന്നുണ്ട്. അതിൽ നമ്മളിവിടെ CCTV സിസ്റ്റംസിനെ കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ CCTV സിസ്റ്റംസിൽ എന്തൊക്കെ കോമ്പോണൻസ് ആണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചുള്ളൊരു ബേസിക് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. CCTV മെയിനായിട്ട് രണ്ട് തരമാണ്. ഒന്ന് HD CCTVയും പിന്നീടുള്ളത് IP-യുമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് HD-യും IP ക്യാമറകളുമാണ്. നമ്മൾ ആദ്യമായി ഒരു സൈറ്റിൽ ചെല്ലുമ്പോൾ നമ്മൾക്കവിടെ CCTV സിസ്റ്റം ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് കേബിളിംഗ് ആണ്. ഇവിടെ വിവിധതരം കേബിളുകൾ നിങ്ങൾക്ക് കാണാം. 3+1 കോയാക്സൽ കേബിളുകളാണ് നമ്മൾ കോമൺ ആയിട്ട് HD ക്യാമറകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. Cat 6 കേബിളുകളും ഉപയോഗിച്ച് കാണാറുണ്ട്. ചില സൈറ്റുകളിൽ കസ്റ്റമറുടെ ആവശ്യപ്രകാരം Cat 6 കേബിളുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഭാവിയിലേക്ക് അവർക്ക് IP ക്യാമറ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഉപകരിക്കും. പക്ഷേ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് 3+1 കേബിളുകളാണ്. ഇത് ഒരു 3+1 കേബിളാണ്. ഇതിന് 3 കേബിളുകളുണ്ട്: ബ്രൗൺ, യെല്ലോ, റെഡ്. ഇത് ബ്രൗണും യെല്ലോയും റെഡും നമ്മൾക്ക് ക്യാമറയുടെ 12 വോൾട്ട് DC പവറും ഒരു കേബിൾ മൈക്കിന് വേണ്ടിയുമാണ്. ഇപ്പോൾ വരുന്ന ക്യാമറകളിൽ മൈക്ക് ഈ സെപ്പറേറ്റ് മൈക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വീഡിയോ കേബിളിലൂടെ തന്നെ അത് DVR-ഉം എല്ലാം അത് സപ്പോർട്ട് ചെയ്യുന്നതിനാൽ ഇതിൽ കൂടെ തന്നെ അത് എടുത്തുകൊള്ളും. അതുകൊണ്ട് ഈ കേബിൾ സ്പെയറാണ്. ചിലർ ഈ കേബിളും യെല്ലോ കേബിളും ജോയിൻറ്റ് ചെയ്തും പവർ കൊടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അത് വെറുതെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് BNC കണക്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഈ ഷീൽഡ് കോപ്പർ ഷീൽഡാണ്. ഇതും കോപ്പറാണ്. ഇതിൻ്റെ കണക്ഷൻസ് നമ്മൾ പിന്നീട് പരിശോധിക്കാം. ഇതുപോലെ തന്നെ വേറൊരു കേബിളാണ് ഇത്. ഈ കേബിളിൽ കുറച്ചുകൂടെ കോർ കൂടുതലാണ്. ഇത് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ കോർ കൂടുതലുള്ളതുകൊണ്ട് ദ്രവിച്ചു പോകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കട്ടി കൂടിയ കേബിളുകൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ കാലം ഈട് നിൽക്കാൻ ഉപകരിക്കുന്നത്. ഈ കേബിളിൽ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായി കാണാൻ കഴിയും. എന്താണ് കേബിളിൻ്റെ മേക്ക്, അതിൻ്റെ കേബിൾ എത്ര ഡിഗ്രി വരെ നമുക്ക് എത്ര ചൂട് ഉണ്ടായാൽ യൂസ് ചെയ്യാൻ കഴിയും, അതുപോലെ കേബിളിൻ്റെ ലെങ്ത് എല്ലാം ഈ കേബിളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ കേബിളിൻ്റെ ലെങ്ത് ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മൾക്ക് ഭാവിയിൽ എത്ര മീറ്റർ ഉപയോഗിച്ചു എന്നെല്ലാം ഈ കേബിളിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനും ഇത് ഉപകരിക്കും. പിന്നീടുള്ളത് Cat 6 കേബിളാണ്. Cat 6 കേബിൾ നമ്മൾ കൂടുതലും IP ക്യാമറയ്ക്കാണ് ഉപയോഗിക്കുന്നത്. Cat 6 കേബിൾ ഉപയോഗിച്ച് HD ക്യാമറകളും കണക്ട് ചെയ്യാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ തരം വീഡിയോ ബലൂണുകൾ ഉപയോഗിക്കാറുണ്ട്. വീഡിയോ ബലൂൺ ഉപയോഗിച്ചാലും ഇതിൽ സിഗ്നൽ ലോസ് സംഭവിക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് കണക്ടറുകളാണ്. HD ക്യാമറ കണക്ട് ചെയ്യാൻ വേണ്ടി ഈ തരം BNC കണക്ടറുകളാണ് കൂടുതലും വീഡിയോ കേബിളുകൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് സ്ക്രൂ ടൈപ്പാണ്. ഇതും വേറൊരു തരം BNC കണക്ടറാണ്. ഇതും സ്ക്രൂ ടൈപ്പാണ്. ഇതിൽ പ്ലസ് മൈനസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും നമ്മൾക്ക് കാണാൻ കഴിയും പ്ലസും മൈനസും ഉണ്ട്. ഇതാണ് മെയിൻ കോർ കേബിൾ കണക്ട് ചെയ്യേണ്ടത്. ഇത് ഷീൽഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നീട് വരുന്നത് നമുക്ക് DC പവർ കൊടുക്കാൻ വേണ്ടിയുള്ള DC കണക്ടറുകളാണ്. DC കണക്ടറുകളിൽ പ്ലസും മൈനസും ഉണ്ടാവും. നമ്മളവിടെ പവർ സപ്ലൈ കൊടുക്കുന്നതനുസരിച്ച് ഇത് കണക്ഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് വയേർഡ് കണക്ടറുമുണ്ട്. വയേർഡ് കണക്ടറും ഇത് സ്ലീവ് ചെയ്ത ശേഷം കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് മെയിനായിട്ട് വരുന്നത് പവർ സപ്ലൈകളാണ്. പവർ സപ്ലൈയിൽ നിന്നാണ് HD ക്യാമറയ്ക്ക് കൂടുതലായും പവർ പോകുന്നത്. അഡാപ്റ്ററുകളും ഉപയോഗിക്കാറുണ്ടെങ്കിലും ഈ തരം SMPS സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈകളാണ് കൂടുതൽ അഭികാമ്യം. സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈകൾ 8 ചാനൽ, 4 ചാനൽ, 16 ചാനൽ, 32 ചാനൽ
തുടങ്ങിയവ വരുന്നുണ്ട്. ഈ 16 ചാനൽ പവർ സപ്ലൈയും 8 ചാനൽ പവർ സപ്ലൈയും എല്ലാം ഇതുപോലെ സിംഗിളായിട്ടും പ്ലസ് മൈനസ് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കൂടിയ പവർ സപ്ലൈകളും വരുന്നുണ്ട്. ഇത് 24 വോൾട്ട് 4.5 ആംസിൻ്റെ ഒരു പവർ സപ്ലൈ ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും പവർ കൊടുക്കാവുന്നതാണ്. ഇത് കൂടുതലും സിംഗിൾ ഔട്ടായിട്ടുള്ള പവർ സപ്ലൈകളാണ്. ഇത് കൂടുതലും ആംസ് കൂടി വരുന്ന ക്യാമറകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നീട് ഈ കാണുന്നത് ക്യാമറ ബോക്സുകളാണ്. നമ്മളൊരു സൈറ്റിൽ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കണക്ടറും കാര്യങ്ങളുമെല്ലാം വെച്ച് ഭംഗിയായി ഈ ബോക്സിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇത് ഒരു ഔട്ട്ഡോർ ക്യാമറ ബോക്സാണ്. ഈ ഔട്ട്ഡോർ ബോക്സ് ഉപയോഗിച്ച് നമുക്ക് മഴയും വെയിലും ഒക്കെ കൊള്ളാതെ കണക്ടറുകളെ സംരക്ഷിക്കാൻ കഴിയും. പുറത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. അടുത്തതായി നമ്മൾ ക്യാമറയിലേക്കാണ് വരുന്നത്. ഇത് ഒരു 2 MB ബുള്ളറ്റ് ക്യാമറയാണ്. ഹൈക്വിഷൻ എന്ന കമ്പനിയുടെ 2 MB ബുള്ളറ്റ് ക്യാമറയാണ്. ബുള്ളറ്റ് ക്യാമറകൾ കൂടുതലും നമ്മൾക്ക് ലോങ് ഡിസ്റ്റൻസിനാണ് ഉപയോഗിക്കുന്നത്. ഇത് 3.6 mm ലെൻസുള്ള ഒരു ബുള്ളറ്റ് ക്യാമറയാണ്. ഇത് ഒരു HD ക്യാമറയാണ്. ഇതും HD ക്യാമറ തന്നെയാണ്, പക്ഷേ ഇത് ഡോം ക്യാമറയാണ്. ഇതും 3.6 mm തന്നെയാണ്. ചില ഏരിയയിൽ ചില റൂമുകൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. പിന്നീട് വരുന്നത് DVR ആണ്. മെയിൻ ഈ CCTV ക്യാമറകൾ കണക്ട് ചെയ്യുന്ന മെയിൻ ഡിവൈസാണ് DVR, അതായത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. ഈ ഡിവൈസ് 4, 8, 16, 32 തുടങ്ങിയ ചാനലുകളിലാണ് ഈ ഡിവൈസ് വരുന്നത്. ക്യാമറയുടെ സൈഡിൽ നിന്നും കേബിൾ വഴി സിഗ്നലുകൾ DVRലേക്കാണ് വരുന്നത്. DVRൽ വന്ന ശേഷം അവിടെ ഒരു ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ച് ഈ ഡേറ്റകളെല്ലാം ആ ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു നോർമൽ DVRൽ ഇതുപോലുള്ള പോർട്ടുകളാണ് വരുന്നത്. ഈ 1, 2, 3, 4 എന്നുള്ള പോർട്ടുകളിലാണ് BNC കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് VGA കേബിൾ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ HDMI കേബിളും കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് ഓഡിയോ ആണ്. ഓഡിയോ ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പുതിയ DVRകളിൽ അത് ക്യാമറയോടൊപ്പം തന്നെ ഓഡിയോയും ഒരേ കേബിളിൽ ലഭിക്കുന്നതാണ്. പിന്നീടുള്ള പോർട്ട് RJ45 ആണ്. അത് നമുക്ക് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് മൊബൈലിലും മറ്റും കാണുമെങ്കിൽ അത് കണക്ട് ചെയ്യാം. പിന്നീട് 2 USB പോർട്ടുകളുണ്ട്. പിന്നീട് എർത്ത് കൊടുക്കേണ്ടതാണ്. നമുക്ക് എർത്ത് ഇപ്പോൾ DC കണക്ടർ ആയതുകൊണ്ട് എർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എർത്ത് പോയിൻ്റ് അതിലുണ്ട്. പിന്നീടുള്ള 12 വോൾട്ട് DC കണക്ട് ചെയ്യുന്ന പോർട്ടാണ്. നമ്മുടെ ക്യാമറയുടെ പവർ സപ്ലൈ അഡാപ്റ്റർ കണക്ട് ചെയ്യുന്ന പോർട്ടാണ്. ഇതാണ് DVRൻ്റെ അഡാപ്റ്റർ. DVRൻ്റെ 12 വോൾട്ട് 1.5 ആംസ് അഡാപ്റ്ററാണിത്. ഇങ്ങനെയുള്ള അഡാപ്റ്ററുകളാണ് DVRന് പവർ കൊടുക്കുന്നത്. പിന്നീട് ഹാർഡ് ഡിസ്ക് ആണ്. ഈ ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ചാണ് നമ്മൾ ക്യാമറ ഡേറ്റ എല്ലാം സേവ് ആകുന്നത്. കൂടുതലും സർവേലൻസ് ഹാർഡ് ഡിസ്കുകൾ ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ എപ്പോഴും CCTVക്ക് സർവേലൻസ് ഹാർഡ് ഡിസ്കുകളാണ് ഉപയോഗിക്കുന്നത്. 24/7 ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് 24/7 ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ ഇതിന് ഒരു സാറ്റ കേബിളും ഒരു പവർ കേബിളുമാണുള്ളത്. ഈ സാറ്റ കേബിളും പവർ കേബിളുമാണ് നമ്മൾ DVRൻ്റെ ബോർഡിൽ നിന്നും ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഈ HDMI VGA കേബിളുകൾ നമ്മൾ മോണിറ്ററിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോണിറ്ററിൽ അതിൻ്റെ വ്യൂ ലഭിക്കും. ഇത്രയുമാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു CCTV HD സിസ്റ്റത്തിൽ നമ്മൾ ഒരു സൈറ്റിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ്.